നമസ്കാരം. JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. സൂത്രധാരൻ എന്ന മലയാള സിനിമയിലൂടെ മേരി ജോസഫ് മീര ജാസ്മിൻ ആയത് എങ്ങനെയാണ്? മീരയെ നമുക്ക് സ്നേഹപൂർവ്വം JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യും. മീര ജാസ്മിൻ, ഒരുപാട് കാലമായിട്ട് മീര എനിക്ക് ഈ സോഫയിൽ ഇരുത്തണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഇങ്ങനെ തെന്നി പോയിക്കൊണ്ടിരുന്നു. എന്നെപ്പോലൊരു പാവപ്പെട്ടൻ്റെ മുമ്പിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ എന്തുകൊണ്ടായിരിക്കും എന്നെക്കുറിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മീരയ്ക്ക് ഉണ്ടായോ എന്നുള്ള, എങ്ങനെ വന്നു എന്നുള്ള എനിക്ക് അറിയേണ്ടത്. എന്ത് സംഭവിച്ചു? ഇല്ല, എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. ശരിയായ ധാരണയല്ലേ ഉള്ളൂ. അതെ അതെ, പൊതുവെ എനിക്ക് തോന്നുന്നു ഞാൻ അധികം അങ്ങോട്ട് മേ ബി പുറത്ത് വരാത്തോണ്ടായിരിക്കാം. ബട്ട് ഐ ലൈക്ക്, ഇഷ്ടമാണ്. മീര ഈ പ്രോഗ്രാമിന് വന്നില്ലെങ്കിൽ JB ജംഗ്ഷന് പൂർണ്ണത ഉണ്ടാവില്ല എന്നാണ് ഈ JB ജംഗ്ഷന്റെ ആരാധകർ പറഞ്ഞുകൊണ്ടിരുന്നത്. മീര എങ്ങനെയാ സമർത്ഥമായിട്ട് ഒഴിഞ്ഞു മാറുന്നുള്ള കാര്യം എനിക്കറിയാം. ഞാൻ അതൊന്നും പറയാൻ പോകുന്നില്ല. എന്തായാലും മീര വളരെ ഹാപ്പിയായി. മീരയ്ക്കൊരു സവിശേഷമായിട്ടുള്ളൊരു സിദ്ധിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ മീരയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാള പ്രേക്ഷക സമൂഹമുണ്ട്. ഇവരുടെയൊക്കെ മുഖം ഇടയ്ക്ക് തെളിഞ്ഞു വരുന്നുണ്ടോ മനസ്സിൽ? തീർച്ചയായിട്ടും. എൻ്റെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്, ഞാൻ ജാസ്മിൻ മേരി ജോസഫ് എന്ന് പറഞ്ഞ കുട്ടി മീര ജാസ്മിൻ ആവാൻ കാരണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകർ കാരണമല്ലേ. ജാസ്മിൻ മേരി ജോസഫ്, അതായത് തിരുവല്ലയിലെ ഒരു ഗ്രാമത്തിൽ ഒരു സാധാരണ ഒരു സിറിയൻ ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ച് ഒരു സ്കൂൾ കുട്ടിയായി കോളേജിൻ്റെ പടിയിലേക്ക് കയറുന്നു. അവിടം വരെ ജാസ്മിൻ മേരി ജോസഫാണ്. അവിടെ നിന്ന് മീര ജാസ്മിനിലേക്കുള്ള ഒരു ദൂരം, ആ ദൂരമാണ് ഞങ്ങൾ അളക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര മൈലുകളുണ്ട്, അളന്ന് നോക്കിയിട്ടുണ്ടോ? എനിക്ക് തന്നെ ഭയങ്കര അതിശയം തോന്നുന്നു എൻ്റെ ആ ജേർണി, എൻ്റെ യാത്ര. ഞാൻ ഒരിക്കലും കരുതി കൂട്ടിയൊന്നും എൻ്റെ ലൈഫിലൊന്നും ചെയ്തിട്ടില്ല. വളരെ സന്തോഷമുണ്ട്, ദൈവത്തോട് നന്ദിയുണ്ട്. വോട്ടെവർ ആ ഫോഴ്സിനോട്, എന്തോ എൻ്റെ ഡെസ്റ്റിനിയോടും എനിക്ക് നന്ദിയുണ്ട്. ഞാൻ ഇന്നിങ്ങനൊരു ഇടയ്ക്ക് കണ്ണാടി നോക്കിയിട്ട് ആ പഴയ ആ പള്ളിയിലൊക്കെ കൊയറിലൊക്കെ പാട്ടുപാടുന്ന ഒരു കുട്ടിയുടെ മുഖം തിരിച്ചു പിടിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ഈ പറഞ്ഞ പോലെ ഈ പള്ളിയിലൊക്കെ പോകുന്നു, എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നു, വൈകുന്നേരം വീട്ടിൽ കൃത്യമായിട്ട് പ്രാർത്ഥന എത്തിക്കുന്നു. അങ്ങനെ ഒരു കുട്ടിയിൽ നിന്ന് ഇപ്പോഴുള്ള മീര ജാസ്മിനിലേക്കുള്ള ഡിസ്റ്റൻസ് ഇടയ്ക്കെങ്കിലും ഒരു എന്താ പറയാ, ഒരു ആത്മപരിശോധന നടത്തുമ്പോൾ ആ മുഖമൊക്കെ ഞാൻ ഡെയിലി നടത്തും. മോസ്റ്റ് ഓഫ് ദി ഡേയ്സ്, നോട്ട് ഡെയിലി, മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് നടത്താറുണ്ട്. എപ്പോഴും ഞാൻ പുറകോട്ട് പോവും. ആക്ച്വലി എൻ്റെ സ്കൂൾ ഡേയ്സ്, എൻ്റെ ചൈൽഡ്ഹുഡ്. ഞാൻ ഇലന്തൂരിൽ നിന്ന്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്, ഇലന്തൂരിൽ നിന്നാണ് എൻ്റെ ഫാദറിൻ്റെ വീട്. അവിടെയുള്ള എൻ്റെ ചൈൽഡ്ഹുഡ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരുവല്ലയിൽ വന്നതും, അവിടെയുള്ള എൻ്റെ സ്കൂൾ ജീവിതവും, പിന്നെ അത് കഴിഞ്ഞ് ഡയറക്റ്റ്ലി സിനിമയിലോട്ടായിരുന്നു. അമ്മച്ചിയുടെ സ്വാധീനം എനിക്കൊന്ന് മീര പലപ്പോഴും പല സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. മീരയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനങ്ങളിലൊന്ന് അമ്മയുടെ അമ്മയായിരുന്നു അല്ലേ? എൻ്റെ മദർ. എന്തായിരുന്നു വിളിച്ചിരുന്നത്? വല്യമ്മച്ചി. എന്താണ്? അമ്മച്ചി എന്നായിരുന്നു. അമ്മച്ചിയായിരുന്നു മീരയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീനങ്ങളിലൊന്ന്. വലിയ സ്വാധീനം. അമ്മച്ചിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. അത് അമ്മച്ചി മരിച്ചുപോയി. മരിച്ചിട്ടിപ്പം കുറച്ച് വർഷങ്ങളായി, ലൈക്ക് 16-17 ഇയേഴ്സോളമായി. പക്ഷേ മരിച്ചതിന് ശേഷം കുറേ വർഷം എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് അടുത്തിടെ വരെ വരുമായിരുന്നു, ഇൻ ദ സെൻസ് ഡ്രീമിലൊക്കെ വരുമായിരുന്നു. അപ്പം അവിടെയൊക്കെ എനിക്ക് ഡിഫിക്കൽട്ടായിരുന്നു. സ്വപ്നം കണ്ടിട്ട് എഴുന്നേൽക്കുമ്പം മരിച്ചുപോയി എന്നുള്ള ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്ര അറ്റാച്ച്മെന്റ് ആയിരുന്നു എൻ്റെ. പഴയ പള്ളിപ്പാട്ടുകാരി ഇടയ്ക്കൊക്കെ ഉണർന്നു വരില്ലേ? ഞാൻ ഒരു മൈക്കോട് വെച്ചിട്ട് എന്താ വെറുതെ എന്താ കാരണം വെച്ചാൽ നിങ്ങൾ എന്നോട് മീര ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രിട്ടാസ് മാത്രം പറഞ്ഞാൽ പോരാ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എല്ലാവരും കൂടി ഏക മനസ്സോട് പറഞ്ഞാൽ മാത്രമേ എനിക്ക് പാട്ട് വരുള്ളൂ. അയ്യോ, അങ്ങനെ പറയല്ലേ പ്ലീസ്. നമുക്ക് രണ്ടുപേര് പള്ളിപ്പാട്ട് നമുക്ക് പാടിക്കണം. പള്ളിപ്പാട്ടോ? ഓക്കെ, റെഡി? എല്ലാരും കൂടെ. നിങ്ങൾ എല്ലാവരും പാടുവോ? ഓക്കെ, എല്ലാരും കൂടെ പാടും. എന്നാ പിന്നെ പാടേ. നിങ്ങളെല്ലാം പള്ളിയിൽ പോകുന്നവരുണ്ട്. ഇവിടെ ഒരു പാട്ട് മത്സരം ഒന്നും നടക്കുന്നില്ല. അല്ല, എനിക്ക് പാട്ടില്ല, തമാശക്ക് പോകുന്നത്. മീരയ്ക്ക് ഭയങ്കരമായിട്ട് സംഗീതം ഇഷ്ടമാണെന്നുള്ള കാര്യം എനിക്കറിയാം. അതൊക്കെ ആ ചരിത്രമൊക്കെ ഞാൻ വിളമ്പും കേട്ടോ. അതുകൊണ്ട് ഒരുപാട് പാട്ടുകൾ കേൾക്കുന്ന പ്രവർത്തനക്കാരിയാണ്. പാട്ടിന്റെ വരികളൊന്നും എനിക്കറിയാം. ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ പാട്ട് തന്നെ വേണോ?
what a friend we have in Jesus. All our sins and griefs to bear. What a privilege to carry everything to God in prayer. ഇത്രേ അറിയത്തുള്ളൂ. What a friend we have in Jesus. പിന്നണി ഗാനാലാപന രംഗത്തേക്ക് മീരയെ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാണ്. എന്നെ ഇങ്ങനെ ചമ്മിപ്പിക്കരുത്. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചില ചമ്മലൊക്കെ ഞങ്ങൾ കാണാൻ താല്പര്യം. പ്രേക്ഷകര് ആക്ച്വലി ഞാൻ കൊയറിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എല്ലാം മറന്നുപോയി. പക്ഷെ പിന്നെ കേട്ട് ലിറിക്സ് ഒക്കെ നോക്കാൻ ഐ ക്യാൻ സിംഗ്, ബട്ട് ഐ ഫോർഗോട്ട് എവറിത്തിങ്. പാടാൻ പഴയ ഞാൻ ബിക്കം നെർവസ്. പാട്ട് പാടുന്നുള്ളൊരു ബോധ്യം വരുമ്പോഴാണ് നെർവസ് ആകുന്നത്. ഇതൊന്നും അല്ല എന്ന് വിചാരിച്ചു കുഴപ്പമില്ല. വീട്ടിലിങ്ങനെ മൂളിപ്പാട്ടും പാടി ഇങ്ങനെ അലക്ഷ്യമായിട്ട് നടക്കുന്ന ഒരു മീരയെ കുറിച്ച് സങ്കല്പിക്കുകയാണ്, പിന്നെ ഒരു പ്രശ്നമില്ല. ഇതിങ്ങനെ യു ആർ ഗെറ്റിംഗ് കോൺഷ്യസ് അബൌട്ട് യുവർ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ കുറിച്ച്. ഞാനതുകൊണ്ടാണ് മീരയോട് പറഞ്ഞത് അതിനെക്കുറിച്ച് ഒന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ സിമ്പിൾ ചാറ്റ്, ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു ചാറ്റായിട്ട് മാത്രം വിചാരിച്ചാൽ മതി. ആദ്യത്തെ സിനിമ ഇപ്പം ഫിലോസഫിയിലൊക്കെ പറഞ്ഞ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക്, എവിടെ നിന്നോ വന്ന ഒരു വലിയൊരു മാറ്റം. അതല്ലെങ്കിൽ മീര ഒരു സാധാരണ കുട്ടിയായിട്ട് വേണമെങ്കിൽ ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, ഡോക്ടർ ആവുമായിരുന്നു അല്ലേ? ഭയങ്കര ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവാൻ. ഒരുപാട് രോഗികൾ രക്ഷപ്പെട്ടോ? ഇപ്പോഴും എന്നെ എല്ലാവരും പറയുന്ന ഒരു ഡോക്ടർ, ഐ മീൻ എല്ലാവരും എന്നെ കളിയാക്കി പറയുന്ന ഡോക്ടറാണ്. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സും ഒക്കെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ആർക്കെന്തെങ്കിലും സുഖമില്ലാതൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ഒറ്റമൂലി അല്ലെങ്കിൽ ഇങ്ങനെ സജഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ചെയ്താൽ ശരിയാവും, ഇങ്ങനെ ചെയ്താൽ. എനിക്ക് ഇഷ്ടം ആളുകളെ നോക്കാനൊക്കെ. അത് ചെറുപ്പം മുതലേ എനിക്കത് ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഡോക്ടർ ആവാൻ ആഗ്രഹമായിരുന്നു. ആളുകളെ നോക്കാം. അപ്പോൾ ആ ഒരു സിദ്ധി മീരയിൽ ഉണ്ടല്ലേ? അതായത് ആൾക്കാരെ കെയർ ചെയ്യുക, ഒരു അസുഖം വരുവാണെങ്കിൽ കുറച്ച് ഇഞ്ചി നീര് പിഴിഞ്ഞ് കഴിക്കണം, അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിച്ച് കഴിക്കണം, അതല്ലെങ്കിൽ ചൂടുവെള്ളം കഴിക്കുക. ഇതൊക്കെ ഇങ്ങനെ അത് എൻ്റെ കൂടെ എനിക്ക് അടുപ്പമുള്ളവർക്കൊക്കെ അങ്ങ് ശ്വാസം മുട്ടി അവർ ചത്തുപോകും. ബിക്കോസ് ഇത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇരുന്നുകൊണ്ട് വെള്ളം കുടിക്കണം, പിന്നെ അവർക്ക് എന്തെങ്കിലും തലവേദന വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറയും. ഉറക്കമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറയും. ഇങ്ങനെ ഓരോ എനിക്കിഷ്ടം. അത് ഞാൻ ഒരുപാട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര താല്പര്യം. അങ്ങനെ ആളുകളിലത് പ്രയോഗിക്കുകയും ചെയ്യും. സോ ചില ഫ്രണ്ട്സൊക്കെ ഓടിപ്പോകും ഒരുപാട് സജഷൻസ് പറയുമ്പോഴത്തേക്കും. ബട്ട് ഐ ലൈക്ക് ടു ഡു ദാറ്റ്. ഒരുപാട് പേരുടെ മുകളിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ മീര ലുക്കിംഗ് ബാക്ക് ആ ഒരു പ്രൊഫഷൻ മിസ് ചെയ്തതിലൊരു റിഗ്രറ്റ് ഉണ്ടോ? നെവർ. ഇല്ല. ഇല്ല. ഞാൻ എല്ലാ പ്രൊഫഷനോടും എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്. ലൈക്ക് ഡോക്ടേഴ്സോടും എൻജിനീയേഴ്സോടും അല്ലെ ആർക്കിടെക്ട്സ്, എനി പ്രൊഫഷൻ. പക്ഷേ ഈ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അധികം പഠിച്ചിട്ടില്ല. ഞാൻ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് കോളേജിൽ ജോയിൻ ചെയ്ത് ഫ്യൂ മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമയിലോട്ട് വന്നു. സുവോളജി അല്ലേ? സുവോളജി ആയിരുന്നു, പക്ഷെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ഒരുപാട് ജന്തുക്കള് പിന്നെ തവളയൊക്കെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തു ഞാൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട്, ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്തുകൊണ്ടും എൻ്റെ ഒരുപാട് പേരെ കണ്ട് മീറ്റ് ചെയ്തതുകൊണ്ടുമാണ് എൻ്റെ ലൈഫിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചത്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു കാര്യം മേ ബി ഞാനൊരു ഡോക്ടർ ആയിരുന്നെങ്കിൽ എനിക്ക് സമ്പാദിക്കാൻ പറ്റുമായിരുന്നു. മേ ബി എനിക്ക് പുസ്തകം പഠിക്കാൻ സാധിച്ചേനെ. പക്ഷേ ആ ഒരു ജേർണി ഉണ്ടല്ലോ, ഒരു പ്രാക്ടിക്കൽ ലൈഫ് ഓർ വാട്ട് എവർ, യു മീറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ. ക്ലാസ് മുറിക്ക് പുറത്തുള്ള പഠനമാണ് ഏറ്റവും വലിയ പഠനം. അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നും ഞാൻ ഓർക്കുന്നു, ഞാൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രമേ എനിക്ക് അങ്ങനെ സാധിച്ചത്. ചെറുപ്പകാലത്ത് അങ്ങനെ എന്തെങ്കിലും ഒരു ആർട്ടിസ്റ്റിക്, ഉദാഹരണം പറഞ്ഞാൽ അഭിനയം, തിയേറ്റർ, അങ്ങനെയുള്ള അതിലെന്തെങ്കിലും ഒരു ഫ്ലേവർ മീരയ്ക്ക് ഉണ്ടായിരുന്നു? കൊച്ചു കുട്ടിയൊക്കെ ആയിരിക്കുമ്പോൾ കോൺഷ്യസ്ലി ഇല്ലായിരുന്നു. ആരെങ്കിലുമൊക്കെ റൂമിൽ ഉണ്ടായിട്ട് അവരെല്ലാം ഇറങ്ങി പോകുമ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ഞാൻ മിററിൽ നോക്കിയിട്ട് അഭിനയിക്കുമായിരുന്നു. അത് ചെയ്യുമായിരുന്നു. പിന്നെ പല പല എക്സ്പ്രഷൻസ് ചെയ്യുമായിരുന്നു, ലൈക്ക് കരയുന്നതും നാണിക്കുന്നതും ഇങ്ങനെയൊക്കെ. ആരും കാണുന്നത് ചമ്പലായിരുന്നു, ആരും കാണിക്കില്ലായിരുന്നു. ഇല്ല. കല എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതിന്റെ ഒരു എക്സ്പ്ലോഷനാണ് പിന്നീട് സിനിമയിലേക്ക് വന്നപ്പോൾ സംഭവിച്ചത്. പക്ഷെ ഒരിക്കലും നമ്മളൊരു ആക്ടർ ആവുമെന്നോ അല്ലെ ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടെന്നോ അത് നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. യു ആർ സ്ലൈറ്റ്ലി വിത്ഡ്രോൺ അല്ലേ? എപ്പോഴും കുറച്ച് ഒന്ന് വലിഞ്ഞു നിൽക്കുന്ന കൂട്ടത്തിലല്ലേ? ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ സ്റ്റിൽ അതിന്റെ ബോർഡറിങ് ഇൻട്രോവേർട്ടിന് ഒരു അത്ര കംഫർട്ടുള്ള സ്ഥലത്തെ മീര നിൽക്കുള്ളൂ അല്ലേ? വേണമെങ്കിൽ അതിന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ സെൻസിറ്റീവ് എന്നൊക്കെ വേണം പറയാം അല്ലേ? Yes, I am highly sensitive. പെട്ടെന്ന് മൂഡ് മാറിയേക്കാം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അങ്ങനെ പറയാം. സെൻസിറ്റീവ്, maybe, I don't know.
നല്ലതായിരിക്കാം, ഒരു ചീത്തയായിരിക്കാം. പുതിയ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ അത് പൊരുത്തപ്പെടാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. Yes, it takes some അല്ലേ? time. Yeah. ഞാൻ മീരയുടെ സ്വഭാവം ഇങ്ങനെ ഇപ്പം ഞാനിങ്ങനെ ഒരു എക്സ്റേ പോലെ ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുക. എന്താ കാരണം വെച്ചാൽ ഹൈലി സെൻസിറ്റീവ് ആണ്. സന്തോഷം വന്നാൽ ഭയങ്കര സന്തോഷമാണ്, Exactly. സങ്കടം വന്നാൽ ഭയങ്കര സങ്കടമാണ്. Yeah. എത്ര പ്രാവശ്യം കരച്ചിലുണ്ടാവും ജീവിതത്തിൽ? കരച്ചിലാണോ ചിരിയാണോ കൂടുതലുണ്ടോ? ചിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ആളാണ്. ബബ്ലിയാണ്. Yes, I'm very bubbly. 6 years back ഉള്ള ഞാൻ അല്ലായിരിക്കും ഇപ്പം. And what I believe is നമ്മുടെ ജേർണി ഉണ്ടല്ലോ, ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് നമ്മളെ റിഫൈൻ ചെയ്ത് we become a better person. നമ്മളെ ചിസ്ൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അല്ലേ? Yeah, true. And I feel that now I'm a much better person than what I was 5 years back or 2 years back. You are becoming wiser and wiser. I don't know I'm becoming wiser, but I think I'm becoming a better person. റിഫൈൻ ചെയ്ത് നമ്മളെ തന്നെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുക. Yeah. ഓരോ ദിവസവും നമ്മളെ നവീകരിക്കുക എന്ന് പറയും. ഒരുപാട് ആത്മപരിശോധന നടന്നുണ്ടാവും. നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്യുന്നല്ല. ഇറ്റ്സ് അവർ ഐ മീൻ we meet lot of people, we go through certain situations and then അപ്പം നമുക്ക് മനസ്സിലാവും ഓക്കെ we learn lot of things. നമ്മുടെ മുൻവിധികളെ നമ്മൾ ഒന്നൊന്നായിട്ട് ഷെഡ് ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട് നവീകരിക്കപ്പെടുന്നത്. പഴയ ധാരണകളെല്ലാം പയ്യെ ഒന്നൊന്നായിട്ട് നമ്മൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡിലീറ്റ് കളയുമ്പോഴാണ് പുതിയ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക്. It's very important. I like that. You have to delete certain things from your life. You have to keep deleting. I have a very good friend actually. പേര് പറയത്തില്ല. അദ്ദേഹം പറയുന്നത് നമ്മുടെ പാസ്റ്റ് ഒക്കെ നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്കറിയാവുന്ന സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കും. അറിയാം. സോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടം ആ ഒരു പോളിസി. ഞാൻ അങ്ങനെയല്ലായിരുന്നു. മേ ബി എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണമായിരിക്കാം. നൗ ഐ കോൺഷ്യസ് എഫേർട്ട് എടുക്കും ടു ഡിലീറ്റ് സർട്ടൻ തിങ്സ് ഫ്രം ലൈഫ്. ഇറ്റ് ഈസ് ഗുഡ് ബിക്കോസ് ഫ്രഷ് ആയിട്ട് അപ്പം നമുക്ക് കാര്യങ്ങൾ ഫീഡ് ചെയ്യാമല്ലോ. ആൻഡ് വൈ പഴയ കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാനാ? തീർച്ചയായിട്ടും നമ്മൾ വെറുതെ നമ്മളെ ടോർമെന്റ് ചെയ്യുന്നതിന് ഒരു അർത്ഥമില്ല. നമ്മളെ തന്നെ നീറ്റി ഇങ്ങനെ. പക്ഷെ മീരയുടെ ഒരു കരിയർ ഞാൻ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും സൗഭാഗ്യമുള്ള ഒരു നടിയാണ് മീര. എന്ന കാരണത്തിൽ ക്വിക്കായിട്ട് വളരെ ഹ്രസ്വ സമയം കൊണ്ട് എണ്ണപ്പെട്ട സിനിമകൾ, ശ്രദ്ധേയമായിട്ടുള്ള കഥാപാത്രങ്ങൾ. അപ്പോൾ ആദ്യത്തെ സിനിമയിലേക്കുള്ള ഒരു വരവ് തന്നെ അതൊക്കെ വളരെ ആകസ്മികമാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സിനിമാറ്റിക് പാരമ്പര്യമുള്ളൊരു കുടുംബമല്ല, അങ്ങനത്തെ ഒരു പശ്ചാത്തലമില്ല. സാധാരണ ഈ ഞാനൊക്കെ വരുന്ന ഒരു അല്ലെങ്കിൽ എൻ്റെ കുടുംബമൊക്കെ വരുന്ന ഒരു ആംബിയൻസ് തന്നെയാണ് മീരയുടെയും. ഒരു സുറിയാനി ക്രിസ്ത്യാനികൾക്കൊന്നും അങ്ങനെ കലയെക്കുറിച്ചൊന്നും വലിയൊരു ധാരണ ഇല്ല. അവർ കുറച്ചും കൂടി അവരിൽ ജീവിതത്തിൽ വേറെ തരത്തിൽ പ്രാക്ടിക്കലാണ്. അവരുടെ പ്രാക്ടിക്കൽ സെൻസിൽ ഇതൊന്നും ചിലപ്പോൾ ഫിറ്റും ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു കുട്ടി പെട്ടെന്ന് സിനിമയിലേക്ക് വരും. വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും എവിടുന്നോ ഒരു ഫോഴ്സ് പുഷ് ചെയ്ത് അങ്ങോട്ട് പോകുന്നു. എനിക്കൊന്ന് സ്ട്രോങ് ഡെസ്റ്റിനി ആയിരിക്കണം, എനിക്കറിയത്തില്ല. ആൻഡ് ഐ താങ്ക് മൈ ഡെസ്റ്റിനി അഗൈൻ. ഇത് കംപ്ലീറ്റ് ഐ ആം എ ഡെസ്റ്റിനീസ് ചൈൽഡ്. ഒരിക്കലും ഇപ്പം തന്നെയാണ് ഞാൻ കുറച്ച് മാറി നിൽക്കാൻ ശ്രമിച്ചാലും എന്തോ ഇങ്ങനെ പുഷ് ചെയ്ത ട്രാക്കിലോട്ട് ഇങ്ങനെ കൊണ്ടുവരുമായി. സോ ഐ ആം താങ്ക്ഫുൾ. ഞാൻ മീരയുടെ തുടക്കത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഇന്ന് മീര മാധ്യമങ്ങളിൽ പരാമർശിക്കപ്പെടുന്നത് മീരയുടെ പുതിയ പടമാണ് 10 കൽപ്പനകൾ. അത് മീര സാധാരണ മലയാള സിനിമയിൽ അങ്ങനെ ഫ്രീക്വൻ്റായിട്ട് പ്രത്യക്ഷപ്പെടാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു പുതിയ സിനിമ മീരയുടെ വരുന്നത്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, എങ്ങനെയാണ് മീര എന്നുള്ള നടി ഏത് തലത്തിലാണ് ചേൺ ചെയ്യപ്പെട്ടിരിക്കുന്നത്, ആ സിനിമയിൽ മീര നൽകിയിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണ്, മീരയിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണ്, മീരയുടെ രൂപത്തിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പരീക്ഷണം നടത്തുന്നുണ്ട്. വേണം നമുക്ക് അതിലേക്കൊന്ന് പോകാം. മീര ആവശ്യപ്പെടാതെ ആഗ്രഹിക്കാതെ തന്നെ മീരയുടെ സിനിമയെ ഞാൻ പ്രൊമോട്ട് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. കണ്ടോ എത്ര നല്ല ആൾക്കാരെ. താങ്ക് യു വെരി മച്ച്. ഈ ഒരു വരവ് മീരയുടെ തന്നെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താ കാരണം വെച്ചാൽ കുറേ കാലമായിട്ട് മീര ഇങ്ങനെ മലയാള സിനിമയിൽ നിന്ന് വിട്ടോന്ന് ചോദിച്ചാൽ വിട്ടില്ല എന്ന് ചോദിച്ചാൽ വിട്ടു. നമ്മുടെ നാട്ടിലൊരു പഴമൊഴിയുണ്ട്, ഈ മീൻ വെട്ടുമ്പോൾ പൂച്ച നിൽക്കുന്ന പോലെയാണ്. പൂച്ച ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയുന്ന രീതിയിലാണ് മീര നിന്നിരുന്നത്. വേണമെങ്കിൽ ഒരു രണ്ടാമത്തെ ഒരു മടങ്ങി വരുമെന്നൊക്കെ വേണം പറയാൻ വേണ്ടിയിട്ട്, സാങ്കേതികമാണ് വേണം പറയാം. പക്ഷെ അങ്ങനെ വന്നപ്പോൾ മീര ഒരു സെലിബ്രേറ്ററി ആയിട്ട് ഡയറക്ടറുടെ കീഴിലേക്കല്ല വന്നിരിക്കുന്നത്. ടേക്കൺ എ ചാൻസ് ആക്ച്വലി. ഒരുപാട് പുതിയ ആൾക്കാർ, പുതിയ ടീം. ഡിസൈഡ് ലൈക്ക് ദാറ്റ്. യു കുഡ് ഹാവ് ഗോൺ ഫോർ എ പ്രൂവൺ വെദർ ബീറ്റൺ. ഒന്നും പോയില്ല.
വാട്ട് വാസ് ദി ഡിസിഷൻ? അതിൻ്റെ ഒരു പ്രൂഡൻസ് എന്തായിരുന്നു? പ്രത്യേകിച്ചും ഈ സബ്ജക്റ്റ് വന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമ. അത് ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു മൂവി ചെയ്തിട്ടില്ല. പിന്നെ എന്നെ ആളുകളെല്ലാം ഇങ്ങനെ കണ്ട് പരിചയം ഈ ഒരു ട്രഡീഷണൽ കൈൻഡ് ഓഫ് ഇതിലാണ്, ഈ ഹൗസ് വൈഫ് അല്ലെങ്കിൽ നാടൻ കുട്ടി എന്നുള്ളത്. അപ്പോൾ ഐ തോട്ട് ഇതൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു, ഈവൻ അപ്പിയറൻസ് വൈസും എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഓക്കെ, ഡോൺ മാക്സ് ആണ് നമ്മുടെ സംവിധായകൻ. ഡോൺ ഞങ്ങളുടെ സ്ഥാപനത്തിൽ എഡിറ്റർ ആയിരുന്നു കുറേ കാലം, ദീർഘകാലമായിട്ട്. നല്ല കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ്. സോ ഡോൺ ആസ് എൻ എഡിറ്റർ പേരുണ്ട്, പക്ഷേ ഡോണിൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പം ഡോൺ ആസ് എൻ എഡിറ്റർ ഞാൻ കേട്ടിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടില്ല. എൻ്റെ ചില മൂവീസിൻ്റെ ഒക്കെ പ്രൊമോസ് മാത്രമേ ഡോൺ കട്ട് ചെയ്തിട്ടുള്ളൂ. ആസ് എ ഡയറക്ടർ എനിക്ക് തോന്നി ദാറ്റ് ഡോൺ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആൻഡ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലൊരു ഹീറോ ഹീറോയിൻ അല്ലെ അങ്ങനെയൊന്നുമല്ല. ലൈക്ക് ഞാൻ കുറേ കഥാപാത്രങ്ങൾ ഐ ഹാവ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ. അതിലെല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾസ് ഉണ്ട് ചെയ്യാൻ. ഇറ്റ്സ് എ നൈസ് ഫിലിം. ഞാനിതുവരെയും ചെയ്യാത്ത രീതിയിലുള്ള സിനിമയാണ്. ഈവൻ പ്രേക്ഷകർക്ക് പോലും ഒരു പുതുമയുള്ളൊരു സിനിമയാണ്. മീരയുടെ പല കഴിവുകളും എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. മീര അഭിനയിക്കുക മാത്രമല്ല, മീര പാട്ടും കൂടെ പാടി കണ്ടോ. അപ്പോൾ സിനിമയിൽ പാടാൻ ചങ്കൂറ്റം കാണിക്കുന്ന മീരയ്ക്ക് JB ജംഗ്ഷനിൽ പാടാൻ എനിക്ക് ജോൺ ബ്രിട്ടാ സാറിനെ കാണുമ്പോൾ പേടിയാ. എനിക്കുള്ള ഒരു കോംപ്ലിമെന്റ് അല്ല, എനിക്കിട്ടുള്ള ഒരു ബാക്ക് സ്റ്റാബിംഗ് ആണ്. പക്ഷേ യു എൻജോയ്ഡ് സിംഗിങ് അല്ലേ? ഐ ലൈക്ക് ഇറ്റ്. മീരയുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നു. എന്താ കാരണം, മറ്റേതൊക്കെയാണ് മീര വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, നോ ഐ വിൽ നോട്ട് സിംഗ്, വേണ്ട, എനിക്ക് ഇന്ന നിയമങ്ങളുണ്ട്, അല്ല ഇന്ന രീതികളുണ്ട്. പക്ഷെ അതൊന്നും ചെയ്തില്ല. യു ആർ സോ ലിബറൽ വിത്ത് ദ മൂവി. ആക്ച്വലി മൂവിക്ക് വേണ്ട എല്ലാവിധ ഭാവങ്ങളും ശബ്ദങ്ങളും ശബ്ദബീജികളും എല്ലാം നൽകി. യു വാസ് വെരി കംഫർട്ടബിൾ വിത്ത് ദ ഫിലിം? യെസ്, ഐ വാസ് വെരി കംഫർട്ടബിൾ വിത്ത് ദ ഫിലിം. ഇവൻ ഞങ്ങളുടെ ഗ്രൂപ്പാണേലും ഞങ്ങളുടെ ടീമാണേലും ഞങ്ങളെല്ലാവരും വളരെ നല്ല ടീം വർക്കാണ്. 10 കൽപ്പനകൾ. സോ ഐ വാസ് റിയലി കംഫർട്ടബിൾ. ആ ഒരു സെൻസ് ഓഫ് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ലൈക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ള ഇത്. പിന്നെ ബ്രിട്ടാ സാർ, ഞാൻ ഈ മൂവി ചെയ്തിട്ട് ഇങ്ങനെ അടുത്ത മൂവി കമ്മിറ്റ് ചെയ്യാനൊന്നും ഐ എം നോട്ട് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. I have done this film, I want this movie to do well, or at least people are accept ചെയ്യാൻ, that is what I want. അവിടെയാണ് see, പണ്ട് I used to do movies, used to be my full time job അല്ലേ, എപ്പോഴും വർക്ക് ചെയ്യും, എൻ്റെ ജീവിത മാർഗമായിരുന്നു. ഇപ്പം it is not my full, അങ്ങനെ ഒരു സിനിമ അഭിനയിച്ച് ഒരുപാട് കോൾ ഷീറ്റുകൾ കിട്ടണമെന്നുള്ള അങ്ങനെ ഒരു ചാട്ടിയൊന്നും ഇല്ല. ഇനി വളരെ ഫ്രീ ആയിട്ട് സിനിമ, I'm relaxed. I laid back. മീരയുടെ കഴിവ് ഞാനൊന്ന് പ്രകടിപ്പിക്കട്ടെ, വരട്ടെ. നന്നായി പാടിയിട്ടുള്ള മീര. നിങ്ങളിങ്ങനെ കൈയടിച്ചു കഴിഞ്ഞാൽ മീര മൈക്ക് എടുക്കും കേട്ടോ, ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. അയ്യോ, കൈയടിക്കണ്ട. മീര ഒരു വരി ഒന്ന് പാടിക്കുമെന്ന് വെറുതെ. ഒരു കുഴപ്പമില്ല, പ്ലീസ്. ഓക്കെ, എല്ലാരും കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേ. ഒരു പ്രശ്നം, എന്ത് നന്നായി പാടി. ചിറകിൽ ചെറുചാത്തന്മാരരികിൽ കനിനാതെ പൊരുതുന്നിവളാരോ, തേരോട്ടത്തിരയാടും കനലാട്ടത്തൊടിയാടും തിരതാളം നെഞ്ചിൽ കൊട്ടും ഘോഷം. താങ്ക് യു. ഇത് കൂടാതെ എനിക്ക് തോന്നുന്നു വേറെ സിനിമകളിൽ സെലക്റ്റീവായിട്ട് ചില 1-2 റോളൊക്കെ അല്ലെങ്കിൽ വേണമെങ്കിൽ ചെറിയ ഭാഗങ്ങൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് മീര വന്നിട്ടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ ജയറാമിന്റെ മോഹൻ കാളിദാസിന്റെ പടത്തില് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ചെയ്യുന്നത്. എനിക്ക് ഷൈനെ ആസ് എ ഡയറക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹീസ് എ ഗുഡ് ഫ്രണ്ട് ഓൾസോ. അപ്പോൾ ഷൈൻ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് ഓൾസോ ഫ്രണ്ടിന് വേണ്ടി ചെയ്യുന്നതും. ആൻഡ് ഇറ്റ് വാസ് നൈസ്. ഒരു ചെറിയ വർക്കായിരുന്നു, ഒരു ഗസ്റ്റ് അപ്പിയറൻസ്. പഴയ ഒരു ആവേശത്തോടെയും ആർജവത്തോടെയും മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുവാണ്. അതെയോ ഈ പറഞ്ഞ പോലെ വളരെ സെലക്റ്റീവായിട്ട് തൻ്റേതായിട്ടുള്ള രീതിയിൽ തനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ വളരെ റിലാക്സ്ഡ് ആയിട്ട് വേണമെങ്കിൽ 1, 2, 3, 4 അങ്ങനെ ചെയ്യാം. അതിൻ്റെ അപ്പുറത്തൊരു അഗ്രസീവ് പിച്ചിങ്ങിന് വേണ്ടിയിട്ട്. അഗ്രസീവ് പിച്ചിങ് ഒരു സമയത്ത് ഉണ്ടായിരുന്നു, ഓട്ടമായിരുന്നു. ലൈക്ക് ഒരുപാട് ഓടി. അപ്പം ലൈക്ക് നല്ല സിനിമകൾ ചെയ്തിട്ടുമുണ്ട്. അതേ സമയത്ത് നമ്മൾ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. അതൊരു ഓട്ടമായിരുന്നു ശരിക്കും. ഞാൻ സമയമില്ലായിരുന്നു, ഉറങ്ങാൻ സമയമില്ലായിരുന്നു, ഹെൽത്ത് നോക്കത്തില്ലായിരുന്നു.
അപ്പോൾ ഒരു കുറേ നാളും അങ്ങനെ ജോലി ചെയ്തു, ഒരു 14 ഇയേഴ്സോളം ജോലി ചെയ്ത. പിന്നെ മനസ്സിലായി എന്ത് ഇതൊരു ദർ ഇസ് നോ പോയിന്റ് ഇൻ വർക്കിംഗ് ലൈക്ക് ദിസ്, ബിക്കോസ് അവിടെ ഐ വാസ് സെർച്ചിങ് ഫോർ സംതിങ്. എനിക്ക് വേണ്ടത് അത് മിസ്സാവുന്നു. സംവേർ എൻ്റെ ഹാപ്പിനെസ് എനിക്ക് നഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അവിടെയാണ് എൻ്റെ ഒരു ചോദ്യം. അതെനിക്ക് നഷ്ടപ്പെടുന്നു. അതായത് സന്തോഷത്തിന്റെ സൂചികയാണ് മീരയ്ക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനം. സമ്പത്തിന്റെ ഇൻഡെക്സിനേക്കാൾ ഇൻഡെക്സ് ഓഫ് ഹാപ്പിനെസ് ആണ്. മീര ഒരു ഫിലോസഫിയുടെ വഴിത്തേരലിൽ പോയോ? ഒരു ഫിലോസഫിക്കലായി കുറച്ചുകൂടി? ഐ ഡോണ്ട് നോ, മേ ബി, ഐ ഡോണ്ട് നോ. വേണമെങ്കിൽ അങ്ങനെ ഒരു നോമൻക്ലേച്ചർ പറയുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം സൂത്രധാരനിൽ വരുമ്പോൾ തന്നെ അന്ന് എനിക്ക് തോന്നുന്നു മീര വളരെ ബബ്ലി ആയിട്ടൊരു പെൺകുട്ടിയാണ്. ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, സിനിമയുടെ മായ പ്രപഞ്ചത്തെക്കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ 2-3 സീനിലേക്ക് അഭിനയിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു പോകാം, കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കാം. വിചാരിച്ചു. തിരുവല്ലക്കാരിയാണ് കേട്ടോ. 2-3 സിനിമയിലൊക്കെ അഭിനയിച്ച് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും BDSനോ MBBSനോ എല്ലാം പോയി പഠിച്ച് പിന്നെ ഡോക്ടറായിട്ടിരിക്കണം. അത്ര ഞാൻ ആഗ്രഹത്തോടെയാണ് സിനിമ. ചില്ലറ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വരട്ടെ, ഞാൻ കാണിച്ചു. ജാസ്മിൻ മേരി ജോസഫ് മീര ജാസ്മിനായി ഈ ഒരു സിനിമയിലൂടെ രൂപാന്തരം പ്രാപിക്കുക. ചില്ലറ കാശുണ്ടാക്കി MBBS പഠിച്ച് ഡോക്ടറായിട്ട് അമേരിക്കയിൽ പോകാമെന്ന് വിചാരിച്ച പെൺകുട്ടി മലയാള സിനിമയുടെ കയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സിനിമ ഒരു ഹരമായിരുന്നു. സിനിമ 2 സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കും അത് ലോഹിദാസ് മീരയുടെ ജീവിതത്തിൽ വലിയ ഒരുപാട് നല്ല തിരക്കഥകൾ നടന്നു. മാത്രമല്ല എനിക്ക് തോന്നുന്നു സിനിമയുടെ ഒരു അതിൻ്റെ എല്ലാ സമവാക്യങ്ങളും മീരയ്ക്ക് ആദ്യം പകർന്നു നൽകിയ ഒരു വ്യക്തി കൂടിയാണ്, അല്ലേ? ഒരു മെന്റോർ എന്നൊക്കെ വേണം. 100%. ഇപ്പം മീരയുടെ ഒരു കരിയറും ലോഹിദാസിൻ്റെ ഒരു കരിയറൊക്കെ എടുത്ത് വേണമെങ്കിൽ പല സ്ഥലങ്ങളിലും വേണമെങ്കിൽ അതിനെ ബന്ധപ്പെടുത്താൻ പറ്റും. മീരയ്ക്ക് കിട്ടിയ ഒരു സൗഭാഗ്യങ്ങൾ ഒന്നായിരിക്കും ഒരു പക്ഷേ ലോഹിദാസിനെ പോലുള്ളൊരു നല്ലൊരു എന്താ പറയണ്ട ഒരു ഫിലിം മേക്കറുടെ ഒരു പരിരക്ഷ, ഒരു പരിഗണന കിട്ടി. പക്ഷെ അവിടെ നിന്ന് തുടങ്ങിയ മീര പിന്നീടൊരു എന്താ പറയുക ഒരു പടക്കുതിര പോലെ തെന്നിന്ത്യൻ സിനിമകളിലേക്കെല്ലാം പാഞ്ഞുകൊണ്ടിരുന്നു. മലയാളത്തിൽ നിന്നില്ല, തമിഴിലേക്കൊരു പോക്ക് പോയി. റൺ അല്ലേ? മാധവൻ. പഴയ മീര ജാസ്മിനെക്കാളും ഒരു ചമ്മലുണ്ട്. എനിക്കെപ്പോഴും ചമ്മലാ. പഴയ സിനിമയൊക്കെ TV വരുമ്പോൾ ഒരു കണ്ണടച്ചിട്ടാണ് കാണുന്നത്. ഇപ്പോഴും ഞാൻ കാണുന്ന ഇങ്ങനെ കണ്ടോ എത്ര കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് മുഴുവൻ കാണാനുള്ള ഒരു ശക്തിയില്ല. എനിക്ക് എപ്പോഴും എന്നെ കാണുന്നത് ഇഷ്ടമല്ല. പക്ഷെ നമ്മൾ അഭിനയിച്ച നല്ലൊരു സിനിമ ആ രംഗം ഒന്നോടെ കാണണം എന്നൊക്കെ തോന്നാറില്ല. അത്ര കോൺഫിഡൻസോടെ അഭിനയിച്ചത് മാത്രമേ കാണുള്ളൂ. ഈ പഴയ പടങ്ങളിലൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വെളിച്ചെണ്ണയൊക്കെ തേച്ച് തരുത്തി അതൊന്നും കാണാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത ആ ഭാഗത്തോട്ട് ഞാൻ പോകത്തില്ല. പക്ഷെ സിനിമ ഈ ടെലിവിഷനുമായിട്ട് ചേരുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്കിങ്ങനെ പോപ്പപ്പ് ചെയ്തു. പക്ഷെ വേണമെങ്കിൽ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ സ്മരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സിനിമകൾ കാണുന്നു. ഒരു രസമായിരിക്കും അല്ലേ? രസമാണ്. എനിക്ക് മൂഡ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ചില മൂഡിലിരിക്കുമ്പോൾ ഞാൻ പഴയ സോങ്സ്, എൻ്റെ പഴയ സീൻസ് ഒക്കെ എടുത്ത് കാണും യൂട്യൂബിൽ കയറിയിട്ട്. ചിലപ്പോൾ അങ്ങോട്ട് പോകത്തില്ല. ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഫുൾ ഇരുന്ന് കാണും. ഒരുപാട് നേരം അതിൽ സ്പെൻഡ് ചെയ്യും. ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ ഒറ്റ ഇരുത്തും കാണും. ഒരു ദിവസം കുറേ ഒരു 2-3 hours അതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്തിരുന്ന് കാണും. മീരയ്ക്ക് ഒരു ഗുണമെന്ന് കിട്ടിയെന്ന് വെച്ചാൽ കേരളത്തിലെ മുൻനിര സംവിധായകന്മാരുടെ ഒപ്പം വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യമുണ്ടായി. എനിക്ക് തോന്നുന്നു റൺ കഴിഞ്ഞ് പിന്നെ കമലിൻ്റെ കൂടെ ഗ്രാമഫോണിലേക്ക് വന്നു. നല്ല ശ്രദ്ധേയമായിട്ടുള്ള ഒരു ജൂത പെൺകുട്ടിയായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരുപാട് അവസരം ഇതിനകത്തുണ്ടായിരുന്നു. കമൽ സാറിൻ്റെ കൂടെ 4 മൂവീസ് ചെയ്തിട്ടുണ്ട്. സത്യനങ്ങളുടെ കൂടെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് സത്യൻ അന്തിക്കാട്. എല്ലാവരും ഒരുപാട് പേരോട് നല്ലായിരുന്നു, ബട്ട് പ്ലസന്റ് എക്സ്പീരിയൻസ് വിത്ത് സത്യൻ അന്തിക്കാട്. ഗ്രാമഫോൺ ഞാനൊന്ന് കാണിച്ചു തരാം. അത് കാണാൻ ആഗ്രഹിക്കുന്ന സിനിമയാണോ അതെയോ അതും ഇങ്ങനെ തന്നെ കാണുന്നതാണോ? കാണാം. ഓക്കെ. ദിലീപുമായിട്ട് നല്ലൊരു കോമ്പിനേഷൻ അതല്ലേ? ദിലീപുമായിട്ട് നല്ല കോമ്പിനേഷൻ. എൻ്റെ നല്ല ഫ്രണ്ടുമാണ്. നിങ്ങൾ തമ്മിൽ ചേരും. അഭിനയത്തിൽ സിങ്കി എന്ന് പറഞ്ഞ പോലെ ഓരോ ചേഷ്ടകൾക്കും മറുചേഷ്ടകൾക്കുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. ഓരോ ജസ്റ്റേഴ്സിനും ഒരു പോസ്റ്റേഴ്സ് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഈ ഒരു സിനിമയുടെ പ്രത്യേകത ഒരുപാട് നല്ല അനുഗ്രഹീത നടന്മാര്. ഒടുവിൽ കൃഷ്ണ അങ്കിളെ ഒക്കെ മിസ് ചെയ്യുന്നു ശരിക്കും പറഞ്ഞു.
ഇവരെയൊക്കെ ഓർക്കാറുണ്ടോ പിന്നീട് അഭിനയിച്ച മുഹൂർത്തങ്ങളൊക്കെ? എനിക്കൊരു വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അങ്കിൾ മരിക്കുന്ന സമയത്ത്. ആക്ച്വലി അത് ഞാൻ എവിടെയോ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്കിൾ മരിക്കുന്ന കിഡ്നി ഫെയിലിയർ ആയിട്ടല്ലേ. അപ്പം ഞങ്ങൾ ലാസ്റ്റ് മൂവി എനിക്കൊന്ന് രസതന്ത്രമൊക്കെ ആയപ്പോഴത്തേക്കും വളരെ സീരിയസ് ആയിരുന്നു. ലൈക്ക് ഡയാലിസിസ് എന്നും ചെയ്യണം അങ്ങനെ ആയിരുന്നു. അപ്പം അതെല്ലാം അപ്പോഴേ സത്യനങ്ങൾ ഭയങ്കരമായിട്ട് പറയായിരുന്നു, ലൈക്ക് കെയർ ചെയ്യണം, ഹെൽത്തി സൂക്ഷിച്ച് ഭക്ഷണം കഴിക്കണം, അങ്ങനെ ഇഷ്ടമുള്ള ഫുഡൊക്കെ ഇങ്ങനെ ബിരിയാണിയൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു, ഡയറ്റൊന്നും നോക്കില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ രസതന്ത്രം ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഹൈദരാബാദ് ഏതോ ഒരു ഷൂട്ടിന് പോയതാണ്. അപ്പോൾ വെളുപ്പിനെ ലൈക്ക് ഒരു ഏർലി മോർണിംഗ് എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം, ബിറ്റ്വീൻ 5:30 and 6:30 എൻ്റെ സ്വപ്നത്തിൽ. അപ്പോൾ ഇതെൻ്റെ മനസ്സിലുണ്ട്, ഫുഡ് ടേക്ക് കെയർ ചെയ്യത്തില്ലായിരുന്നു എന്നുള്ളത്, ഡയറ്റ് നോക്കില്ല എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ ശബരിമലയിലെ പ്രസാദമില്ലേ, എനിക്ക് എങ്ങനെ വന്നു എന്നറിയില്ല. ശബരിമലയിലെ പ്രസാദവും ഞാനും തമ്മിൽ എങ്ങനെ ബന്ധം വന്നു എന്നൊന്നും എനിക്കറിയില്ല. പായസം അതെൻ്റെ കയ്യിലിരിപ്പുണ്ട്. അത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരിക. അപ്പം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അങ്കിൾ വരിക എൻ്റെ ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ ഈ പായസം കണ്ടിട്ട് അങ്കിൾ എന്നോട് ചോദിക്കുക, എനിക്ക് തരുമോ എന്ന് ചോദിക്കുക, പ്ലീസ് തരുമോ. ഞാൻ പറഞ്ഞു, അങ്കിളെ ഞാനിത് തരത്തില്ല, അങ്കിളിനത് കഴിക്കാൻ പറ്റത്തില്ല. എൻ്റെ വിചാരം അങ്കിളിനത് കെയർഫുൾ ആയിരിക്കണം, ഒരു ഫുഡും കഴിക്കാൻ പറ്റത്തില്ല, ഞാൻ അങ്കിളിനത് തരത്തില്ല എന്ന് പറഞ്ഞു. പ്ലീസ് 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 എനിക്ക് ഇങ്ങനെ എന്നോട് കെഞ്ചി ചോദിക്കുന്ന പോലെ. അപ്പോൾ എനിക്കങ്ങ് വിഷമം വന്നു. അപ്പോൾ അങ്കിൾ ഞാൻ കുറച്ച് പായസം എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് പ്ലീസ് എനിക്ക് കുറച്ചുകൂടെ തരുമോ എന്ന് ചോദിച്ചു. ഞാൻ ഇനിയും തരത്തില്ല, പ്ലീസ് പ്ലീസ്. പിന്നെയും കെഞ്ചി. അപ്പോൾ രണ്ടാമതും എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി. അത് കഴിച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ട് എന്നാൽ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കാണിച്ചിട്ട് പോയി. ആ സ്വപ്നം കണ്ടു. ഞാനൊന്ന് എഴുന്നേറ്റു. ഒരു 6:37 അറൗണ്ട് 6:37 എൻ്റെ മൊബൈൽ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു എന്നുള്ള വാർത്ത വന്നു. അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ആ സ്വപ്നവും അങ്കിൾ മരിച്ച ആ ഒരു ടൈമിങ്ങും സെയിം ടൈമാണ് ഞാൻ ഇങ്ങനൊരു സ്വപ്നം കണ്ടത്. വിട വാങ്ങിയത് ടാറ്റ കാണിച്ചിട്ട് പോകുന്ന ഒരു ഇതായിരുന്നു. മനസ്സിൻ്റെ പ്രഹേളിയൊന്നും പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ഒരു നിർവചനത്തിന് വിധേയമാക്കാൻ പറ്റില്ല. പക്ഷേ അത്രത്തോളം എനിക്ക് തോന്നുന്നു ഒരു മാനസിക പൊരുത്തം എവിടെയോ മേരിയും ഒടുവിലും തമ്മിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ സിനിമകൾ ചെയ്യുമ്പോൾ മാത്രം അങ്കിളുമായിട്ടിരുന്ന് സംസാരിക്കും, പിന്നെ അങ്കിൾ പഴയ എക്സ്പീരിയൻസ് പറയും, അഭിനയത്തിനെ കുറിച്ച് പറയും, അല്ലാതെ അതിനപ്പുറം ഇതൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു ആത്മബന്ധമാണ്. ലൈക്ക് ചില ബന്ധങ്ങളുണ്ടല്ലോ, നമ്മൾ എപ്പോഴും ഇരുന്ന് സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല, എപ്പോഴും ഫോൺ ചെയ്യേണ്ട ആവശ്യമില്ല, എപ്പോഴും കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ആ വ്യക്തിയുമായിട്ടുള്ള ആ വ്യക്തിയുടെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിലൊരു നല്ല ബന്ധമുണ്ട്. അതായിരിക്കണമല്ലോ ഞാൻ അങ്ങനെ കണ്ടു. എനിക്കിന്നും പിടികിട്ടുന്നില്ല ഞാൻ എന്തുകൊണ്ട് അത് കണ്ടു എന്നുള്ളത്. അതും ശബരിമലയിലെ പായസം ഡിവൈൻ അല്ലേ അത്, വാട്ട് എവർ ഇറ്റ് ഇസ്. എക്സാക്ട്ലി. മീര ഈ പറഞ്ഞ പോലെ മീര അറിയാതെ തന്നെ മീരയുടെ മനസ്സും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ മനസ്സും തമ്മിൽ എവിടെയൊക്കെയോ സമ്മതിക്കുന്നുണ്ടാവും. ബിക്കോസ് പലപ്പോഴും നമ്മുടെ മെറ്റീരിയൽ സാഹചര്യത്തിൽ, ഭൗതിക സാഹചര്യത്തിൽ പല സൗഹൃദങ്ങളും പുറമേക്ക് കാണുന്നില്ലെങ്കിലും അന്തർലീനമായിട്ട് പല സൗഹൃദങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ടാവും. അത് ചില സമയത്തൊക്കെ ട്രിഗർ ചെയ്തേക്കാം. അപ്പോൾ അത് ട്രിഗർ ചെയ്യാൻ പറ്റിയൊരു മുഹൂർത്തം അതായിരിക്കാം, വേണമെങ്കിൽ യാദൃശികമായിരിക്കാം. എക്സാക്ട്ലി. അങ്കിൾ മരിച്ച സമയത്ത്, മരണം അടഞ്ഞ സമയത്ത് ഞാൻ സത്യനങ്ങളെ വിളിച്ച ഉടനെ അങ്കിളെ ഇങ്ങനെ എത്ര മണിക്കായിരുന്നു, അപ്പോൾ അങ്കിൾ അറൗണ്ട് ഏർലി മോർണിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും മലയാള സിനിമയ്ക്ക് വലിയൊരു നഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. മീര വെച്ചടി വെച്ച് മുമ്പോട്ട് പോയി മലയാള സിനിമയിൽ. എന്താ കാരണം വെച്ചാൽ ഏറ്റവും തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു നായിക എന്നുള്ള പദവിയിലേക്ക് മീര എത്തി. പിന്നെ എനിക്ക് തോന്നുന്നു ലോഹിയുടെ മറ്റൊരു പടം കസ്തൂരിമാൻ അല്ലേ, അത് ഏറ്റവും കൂടുതൽ ഓടിയ ഒരു പടങ്ങളുടെ പട്ടികയിൽ വരും. 100 സംസ്ഥാന ബഹുമതി മീരയ്ക്ക് അതിനകത്ത് കിട്ടി. ഇപ്പോഴേക്കും മീര തിരിഞ്ഞു നോക്കിയോ, ചില്ലറ പൈസ ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് തിരുവല്ലക്കാരി ഇനി ഇവിടെ കാലം ഉറപ്പിക്കാം. അപ്പോഴത്തേക്കും അതൊരു ശരിക്കും ഒരു പാഷനാ, ഇഷ്ടത്തോടുകൂടി ചെയ്യാൻ ഉള്ള എൻ്റെ ജോലി ഞാൻ ഇഷ്ടത്തോടുകൂടി സിനിമയോട് അങ്ങ് അടുത്തു, ലൈക്ക് ഒന്നായി ചേർന്നു. കാണിച്ചു തരാം. ഇത് കുറച്ച് മീരയിലുണ്ടോ? ഉണ്ട്. ഈ കഥാപാത്രമായിരിക്കും വേണമെങ്കിൽ മീരയോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രം അല്ലേ? എൻ്റെ മമ്മിയോട് ചോദിച്ചാൽ അറിയാം. മമ്മിയുടെ അടുത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇതേ രൂപത്തിലാണ് വഴക്കുണ്ടാക്കും നന്നായിട്ട്. ഇല്ല, ഇങ്ങനത്തെ കുസൃതിത്തരം എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും മമ്മിയുടെ അടുത്ത്. അപ്പം ഈ വേഷം യഥാർത്ഥത്തിൽ മീരയുടെ സ്വഭാവമായിട്ട് ഇണങ്ങിയൊരു വേഷം. ഈ സിനിമ ഒരുപാട് നിറഞ്ഞു ഓടി. മീരയുടെ വേഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞൊരു ബബ്ലി, നോട്ടി, ഈ പറഞ്ഞ പോലെ കുരുത്തം കെട്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ പോലെ രീതിയിൽ പല രൂപത്തിലും വരുന്നൊരു സംഭവം. മീര അപ്പോഴേക്കും മലയാള വാണിജ്യ സിനിമയുടെ ഒരു എന്താ പറയുക അവിഭാജ്യ ഘടകമായി, ഒഴിവാക്കാനാകാത്ത ഒരു ഘടകമായിട്ട് മാറി. ഒന്ന്
പെരുവിരലൊന്ന് നിന്ന് നോക്കിയോ? ഒന്ന് ഞാൻ ഉയരങ്ങളിലേക്ക് പോവുകയാണ്. പിന്നെയും ഉള്ളതെന്ന് വെച്ചാൽ that time also I was kind of young. അപ്പോഴും ചെറുപ്പമായിരുന്നു. അപ്പം എനിക്ക് വൺ സൈഡ് ഐ വാസ് ഹാപ്പി, പക്ഷെ വേറെ സൈഡ് ശരിക്കും എൻ്റെ സീരിയസ്നെസ് എനിക്ക് സംവെയർ എനിക്ക് ആ ഒരു ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഞാൻ കസ്തൂരിമാൻ ചെയ്തതും അല്ല എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങളും എൻ്റെ കരിയർ എങ്ങനെയായിരുന്നു എന്നുള്ള എൻ്റെ വാല്യൂ എനിക്ക് ഇപ്പോഴാണ് കൂടുതൽ അറിയുന്നത്. മേ ബി അന്ന് എനിക്ക് അത്ര ഒരു അങ്ങ് ആ ഫ്ലോയിൽ അങ്ങ് പോവായിരുന്നു, ഒരു ഒഴുക്കിൽ അങ്ങ് പോവായിരുന്നു. ആക്ച്വലി അതിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിയാൻ പറ്റിയില്ല. ഇല്ല, അതല്ലെങ്കിൽ ഒരു പക്ഷേ അന്ന് കരിയർ എങ്ങനെ രൂപപ്പെടുത്തണമെന്നോ അതിനെ ഒന്ന് കാലിബ്രേറ്റ് ചെയ്യാനോ ടാബുലേറ്റ് ചെയ്യാനോ അതിനെ ഒന്ന് സ്കീം ചെയ്യാനോ ഒന്നും ആലോചിച്ചില്ല. അതൊക്കെ പോകുന്ന വഴിക്ക് പോകുന്നല്ലേ. ഇപ്പം തിരിഞ്ഞ് ഒന്നും കൂടി ആ ഒരു വഴിത്താരയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇതായിരിക്കില്ല മീര, വേറെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തും. ചെറുതല്ല, വലിയ മാറ്റങ്ങളായിരിക്കും, വലിയ മാറ്റങ്ങൾ. പക്ഷേ ഈ വാണിജ്യ സിനിമയിൽ നിൽക്കുമ്പോൾ തന്നെ മീരയ്ക്കൊരു പ്രത്യേകത ഉണ്ടായത് ഒരു സമാന്തര സിനിമകളുടെ ഭാഗമാകാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആരാ ഡിഡ് സംബഡി ഗൈഡ് യു? അതേ സ്വന്തമായ തീരുമാനങ്ങളാണ്? ഓഫ് കോഴ്സ് ലോഹിയങ്ങളുടെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു. അപ്പം എത്ര കൊമേഴ്ഷ്യൽ മൂവീസ് ചെയ്താലും അല്ലാത്ത ഒരു പാരലൽ കൈൻഡ് ഓഫ് മൂവീസ് ചെയ്യണം. പാരലൽ എന്നല്ല, കൊമേഴ്ഷ്യൽ പാരലൽ എന്നല്ല, ബാലൻസ് ചെയ്യണം. നല്ല സിനിമകൾ എന്നുള്ളത് എപ്പോഴും ഒരു ബാലൻസ് വേണമെന്നുള്ളത്. അന്നത് വർക്കൗട്ടായി. അത് ചെയ്തപ്പോഴത്തേക്കും അത് നല്ല ഇതായിരുന്നു. ഇപ്പം ടി വി ചന്ദ്രൻ്റെ പാടമൊന്ന് അല്ലേ, ഒരു വിലാപം. എനിക്കൊന്നും മീരയ്ക്ക് ഒരുപാട് അംഗീകാരങ്ങൾ വാങ്ങിത്തന്ന ഒരു ദേശീയ 2003 ദേശീയ അവാർഡിന് മീരയെ അർഹയാക്കിയൊരു പടമാണ്. ഈ പടം അഭിനയിക്കുമ്പോൾ ഒരു ദേശീയ പുരസ്കാരത്തിലേക്കാണ് മീര പിച്ചവെക്കാൻ പോകുന്നത്, കയറാൻ പോകുന്നതല്ലോ ചിന്തിച്ചിരുന്നു. എല്ലാവരും എന്നെ കളിയാക്കുന്നു, ടി വി ചന്ദ്രന്റെ പടം ചെയ്യാൻ പോകുന്നത് അവാർഡ് കിട്ടുമല്ലേ, നാഷണൽ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ വെറുതെ കളിയാക്കുമായിരുന്നു. കാരണം ടി വി ചന്ദ്രൻ ഞങ്ങളുടെ പടം ചെയ്തവർക്കൊക്കെ ഒരുപാട്, മമ്മൂക്കയാണെങ്കിലും നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എന്നെ കളിയാക്കുമായിരുന്നു. പക്ഷെ ഞാനങ്ങനെ സീരിയസ് ആയിട്ടൊന്നും നാഷണൽ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ചെയ്തത്. ഐ മീൻ അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. വേണിച്ചേട്ടൻ എന്നെ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷെ അന്ന് ഇത് കിട്ടുമെന്നൊന്നും ധാരണ ഉണ്ടായിരുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. അന്ന് കിട്ടുന്ന സമയത്ത് മീര ഇവിടെയൊന്നും ഇല്ലായിരുന്നു, എവിടെയോ ഏതോ കുഗ്രാമത്തിലായിരുന്നു ആരോ പറയുന്നത് കേട്ടു. ഇല്ല, ഞാൻ ചെന്നൈയിലായിരുന്നു. പലരും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് മീരയെ കിട്ടാതെ പോയെന്ന് പറയുന്നു. ആക്ച്വലി എനിക്ക് തലേദിവസം തന്നെ ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടി ദാറ്റ് ഫൈനൽ റൗണ്ടിൽ വന്നു എന്നൊക്കെ. അപ്പം എനിക്കും വിക്രമിനും തമിഴിലെ വിക്രമിനായിരുന്നു ബെസ്റ്റ് ആക്ടർ കിട്ടിയത്. അപ്പം അന്ന് എൻ്റെ വിക്രമിൻ്റെ മാനേജർ ഒരേ ആളായിരുന്നു. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പുള്ളി അദ്ദേഹമാണ് ഇൻഫർമേഷൻ എനിക്ക് തന്നത്. വിക്രം സാറിനും ഉണ്ട്, മാഡത്തിനും ഇതേപോലെ ഉണ്ടെന്നുള്ള, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇങ്ങനെ ഫൈനൽ റൗണ്ടിൽ വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. പക്ഷേ ഞാൻ ആ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് മൊത്തം കാണിക്കാൻ പറ്റില്ല, ബിക്കോസ് അത് എനി ടൈം ചേഞ്ച് ചെയ്യാം. യുനോ, നെക്സ്റ്റ് ഡേ ഫൈനൽ റൗണ്ട് എന്നല്ലേ ഉള്ളൂ, എനി ടൈം വേറെ ആരെങ്കിലും വരാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ്, നെക്സ്റ്റ് ഡേ ആഫ്റ്റർനൂൺ ആയപ്പോഴത്തേക്കും അവർ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞ് ആ ഉച്ചയ്ക്ക് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ കാലിക്കറ്റിലോട്ട് വന്നിരുന്നു. കാലിക്കറ്റിലായിരുന്നു ആ സമയത്ത്. കോഴിക്കോടേക്ക് വന്നു. ചെന്നൈ ടു കാലിക്കറ്റ്. മീര മലയാള സിനിമയിൽ പിടിമുറുക്കി കഴിഞ്ഞു എന്നുള്ളതും മാത്രമല്ല, മീര എന്നുള്ള ഒരു അനുഗ്രഹീത കലാകാരിയിൽ നിന്ന് ഒരുപാട് നല്ല വേഷങ്ങൾ മലയാളി പ്രതീക്ഷിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴേ ഇത് സത്യനാണ് കുറേ കൂടി മീരയെ നമ്മുടെ കുടുംബ സദസ്സുകളിൽ ഭയങ്കര പ്രിയങ്കരിയാക്കി. സത്യനന്ദിക്കാടുമായിട്ടൊരു പ്രത്യേക ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നല്ലേ. മീരയെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സത്യം നന്നായിട്ട് അറിയാം. മീരയുടെ മൂഡ്സ്, എല്ലാ സംഭവങ്ങളും സത്യം എല്ലാരെയും ഹാൻഡിൽ ചെയ്യാൻ അറിയാം. എല്ലാരെയും അറിയാം. ഓരോ കലാകാരനെ എങ്ങനെ കൈകാര്യം ചെയ്യണം അതറിയാം. സത്യന്റെ എത്ര പടങ്ങൾ അഭിനയിച്ചു മീര? 4 സിനിമകൾ. 4 സിനിമകളും വലിയ സക്സസ് ആയിരുന്നു. അതിലെനിക്ക് ഒന്ന് രസതന്ത്രം ലാലിന്റെ കൂടെയായിരുന്നു. ഇന്നത്തെ ചിന്താവിഷയം രസതന്ത്രം ലാലേട്ടന്റെ കൂടെ. അച്ചുവിന്റെ അമ്മ, എല്ലാം വ്യത്യസ്തമായിട്ടുള്ള സിനിമകളായിരുന്നു. നായകന്റെ പ്രത്യേകിച്ച് സാന്നിധ്യമൊന്നും ഇല്ലാതെ തന്നെ വേണമെങ്കിൽ 2 നടികളുടെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് വിജയിച്ചൊരു പടമാണ്. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വല്ലാത്തൊരു മികവും കൊടുത്ത ഒരു സിനിമയായിരുന്നു. ഇതിടയ്ക്ക് കാണാൻ മീര ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. മീരയുടെ എല്ലാ സ്വഭാവം ഇതിനകത്തും ഉണ്ട്. അതുപോലെ സത്യന്റെ വേറൊരു പടം രസതന്ത്രം അല്ലേ. രസതന്ത്രത്തില്
ഒരു ആൺകുട്ടിയുടെ വേഷത്തിൽ കുറേ കുരുത്തക്കേടുകൾ ചെയ്തു കൂട്ടിയിട്ടുള്ള ഒരാളാണ്. എല്ലാത്തിലും ഒരു കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടല്ലേ? ഒപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒരു ടച്ച് ഉണ്ട്, മീര ജാസ്മിൻ ഒരു ടച്ച് ഉണ്ട്. അതാണ് പ്രത്യേകത. ലാലുവായിട്ടുള്ള അഭിനയം, ഇങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹീത നടന്മാരുമായിട്ടുള്ള ഒരു ആ പറഞ്ഞ കോമ്പിനേഷനുകളൊക്കെ മീരയെ എങ്ങനെയാണ് ഒരു കലാകാരി എന്നതിൽ മാറ്റിമറിച്ചത്? ലാലേട്ടനുമായിട്ടുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ബ്ലെസ്സിങ് ആ വർക്ക് ചെയ്യാൻ പറ്റിയത്. എനിക്ക് ലാലേട്ടനുമായിട്ട് വർക്ക് ചെയ്യുമ്പം ഇറ്റ്സ് ലൈക്ക് ലാലേട്ടൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ മീ, ലൈക്ക് യുനോ എന്തൊക്കെ ചെയ്യും ഓട്ടോമാറ്റിക്കലി അറിയാതെ ചെയ്തു പോകും. ലൈക്ക് ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് നല്ല സിനിമകൾ ഇനിയും ലാലേട്ടൻ്റെ കൂടെ ചെയ്യണമെന്നുണ്ട്. ലാൽ എനിക്ക് തോന്നുന്നു ഓരോ സിനിമയിലും പുതുതായിട്ട് തന്നെയാണ്, അല്ലെ ഫ്രഷ് ആയിട്ട് തന്നെ കാണുന്നത്. അതായത് പഴയ ബാഗേജസ് ഒന്നും അദ്ദേഹത്തിന് ഇല്ല. എല്ലാത്തിനെയും ഒരു എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പലരും പറഞ്ഞിട്ടുണ്ട്, അതായത് അദ്ദേഹത്തിന് ഒരു നൃത്തത്തിന്റെ ഒരു ചുവട് വെക്കണം എന്ന് വെച്ചാൽ അത് വളരെ വളരെ ആർഡന്റ് ആയിട്ട്. ലാലേട്ടൻ എല്ലാ മൂവിലും ഭയങ്കര ഇൻട്രസ്റ്റാ, ലൈക്ക് യുനോ ഇത്രയും സിനിമകൾ ചെയ്ത് ആളാന്ന് പറയത്തില്ല. ആദ്യം ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ സിനിമ ചെയ്യുന്ന ഒരു സ്പിരിറ്റാ ലാലേട്ടനുള്ളത്. ഹീസ് എ ഗ്രേറ്റ് ആക്ടർ. എനിക്ക് പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടന് ലോകത്തിൽ തന്നെ ടോപ്പ് 5 ആക്ടേഴ്സിൽ ഒരാളാണ്. നമ്മളെപ്പോഴും ഹോളിവുഡ് ആക്ടർ ടോപ്പ് 5 എന്ന് പറയുമ്പോൾ എനിക്ക് നാണക്കേട്, അങ്ങനെ പറയാൻ പാടില്ല ഒരു ആക്ടറിൻ്റെ ഒരു കാലിബറിനെ. പക്ഷേ ഹീസ് അങ്ങനെ അത്ര നമ്മളെപ്പോഴും വലിയ ആക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഹോളിവുഡ് ആക്ടേഴ്സിൻ്റെ പേര് പറയും. ആക്ച്വലി നമ്മുടെ മോഹൻലാൽ അവരൊപ്പം നിൽക്കുന്ന മലയാള സിനിമ എനിക്ക് തോന്നുന്നു ഒരു റിയലിസ്റ്റിക് മൂവി ആംബിയൻസ് നിലയിൽ ലോക സിനിമയോടൊപ്പം വേണം നിൽക്കാൻ. എനിക്ക് പലതവണ വിഷമം വരുന്ന ഒരു കാര്യമാണ് ഈ ബോളിവുഡ് സിനിമനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്ത് പറയാം. ഓഫ് കോഴ്സ് ഐ റെസ്പെക്ട് എവ്രി വൺ. ഐ റെസ്പെക്ട് അമിതാഭ് ബച്ചനെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എനിക്ക് മോഹൻലാൽ കഴിഞ്ഞുള്ള ആരും വിട്ടുകൊടുക്കത്തില്ല. ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നോ. മലയാളിയുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. അതെ, അത് ലോകത്തിൽ തന്നെ നമ്മൾ യുനോ നമുക്ക് വളരെ അഭിമാനം മോഹൻലാലിനെ നമുക്ക് ഒരു നല്ലൊരു ആക്ടറിനെ കിട്ടാൻ. മീര കന്നഡയിൽ ഒരുപാട് അഭിനയിച്ചു, തമിഴിൽ അഭിനയിച്ചു, തെലുങ്കിന് അഭിനയിച്ചു, പല ഭാഷകളിൽ അഭിനയിച്ചു. പക്ഷേ കംഫർട്ട് മലയാള സിനിമയിൽ തന്നെയാണ്. എല്ലായിടത്തും കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു ആക്ടർ എന്നുള്ളൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആക്ടർ എക്സ്പീരിയൻസ് എനിക്ക് മലയാളത്തിലായിരുന്നു കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. ലൈക്ക് ഇപ്പോൾ മോഹൻലാലിലൂടെ, ഒടുപുള്ളി ഉണ്ണികൃഷ്ണൻ്റെ കൂടെ, ദിലീപിൻ്റെ കൂടെ, എല്ലാം ദിലീപേട്ടൻ്റെ കൂടെ, ഓഫ് കോഴ്സ് എല്ലാ ഒരു എനിക്ക് തോന്നുന്നു ഒരു ലൈഫ് എക്സ്പീരിയൻസ് കിട്ടിയത് എനിക്ക് മലയാള സിനിമ. പിന്നെ ഒരു മലയാളിത്തം എല്ലാ സിനിമയിലും നന്നായിട്ട് ഉണ്ട്. നമ്മുടെ ഒരു ജീവിത സാഹചര്യവുമായിട്ട് പ്രതിഫലിക്കുന്ന തീമുകളും അതിൻ്റെ സിനിമകളുമാണ് മലയാളത്തിൽ ഇറങ്ങുന്നത്. മറ്റ് തമിഴിലൊക്കെ ഏതൊക്കെയോ ലോകത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ റിയലിസ്റ്റിക് അല്ലാത്ത ഒരുപാട് മൂവീസ് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ലൈഫ് ജീവിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് ലൈക്ക് യുനോ മൂവീസ് ചെയ്യുമ്പോഴത്തേക്ക്. മറ്റൊരു മഹാനടനോടൊപ്പം പേര് വിട്ടുപോയൊരു മഹാനടൻ. അതെ, അപ്പൊ ഞാനത് മമ്മൂക്ക ഒരു സിനിമ അഭിനയിച്ചിട്ടുള്ളൂ അല്ലേ? ഒരു സിനിമ, ഒരേ കടൽ. അതില് സംസ്ഥാന അവാർഡ് കിട്ടി. സംസ്ഥാന അവാർഡും കുറെ അവാർഡ് നോർത്തിൽ കിട്ടി എനിക്ക്. അതൊരു ഒരു സീരിയസ് ആയ ഒരു തീമായിരുന്നു. എനിക്കൊന്ന് മീര എന്നുള്ളൊരു ആക്ട്രസ് ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയമായിട്ടുള്ളൊരു ഒരു ഒരു സിനിമയാണ് കാണിച്ചത്. എടുത്ത പൊങ്ങാത്ത ചില റോളുകൾ ആൾക്കാർക്ക് കൊടുക്കും. പക്ഷേ മീര വളരെ അനായാസനത് പുഷ്പം പോലെ പൊക്കിയിടും. ഇത്രയും തീക്ഷ്ണമായിട്ടുള്ള വികാര വിക്ഷോഭങ്ങളിലൂടെ പോകുന്ന എനിക്കറിയത്തില്ല. നമ്മൾ വൺസ് ഒരു ക്യാരക്ടർ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നൊരു ഫീലിംഗ് ഉണ്ടാവത്തില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ക്യാരക്ടറിലോട്ട് പോകും. യു ആർ ലിവിങ് ദെയർ, യു ആർ ലിവിങ് ആസ് എ ക്യാരക്ടർ. സോ ആ ഒരു ഭാരം, ഞാനൊരു വലിയ ക്യാരക്ടർ ചെയ്യുന്നു, ഞാൻ ഇങ്ങനെ കൈവയ്ക്കുന്നു, അങ്ങനെ കൈവയ്ക്കുന്നു, ഇങ്ങനെ ഡയലോഗ് പറയുന്നൊരു ഫീലിംഗ് വരത്തില്ല. ഒരു വി ലിവിങ് ആസ് ദ ക്യാരക്ടർ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള എൻ്റെ എല്ലാ സിനിമ, ഐ മീൻ ഇങ്ങനത്തെ ഈ സിനിമകളിലൊക്കെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി ഒരേ കടൽ, ഓഫ് കോഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ.